ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള 2 കേക്കിൻ്റെ ഓർഡേഴ്സ് കാണാം. ഞാൻ ഈ ഒരു തീമിൽ ആദ്യമായിട്ടാണ് കേക്ക് ചെയ്യുന്നത്. റെയിൻബോ തീമല്ല, ഇത് രണ്ടും ഒരു കുട്ടിയുടെ ഹാഫ് ബർത്ത്ഡേയുടെ കേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു തീമിൽ കേക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ നോർമൽ ബർത്ത്ഡേയ്സ്, വെഡിങ് ആനിവേഴ്സറീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഹാഫ് ബർത്ത്ഡേയുടെ ഓർഡർ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 2 കേക്കും ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇത് 1 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അത് അവർ പറഞ്ഞിരിക്കുന്നത് റെയിൻബോ തീമിലാണ്. നിങ്ങൾക്ക് ആ കളേഴ്സ് കാണുമ്പം താഴെയുള്ള റെഡും ഓറഞ്ചും വീഡിയോയിൽ ചിലപ്പം ഒരുപോലെ തന്നെ തോന്നുന്നുണ്ടോ, എനിക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് 7 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഹൈറ്റിൽ, അധികം ടോളായിട്ടല്ല, കുറച്ച് ഹൈറ്റിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അവർ തന്ന മോഡലിനകത്ത് ടോപ്പ് പോർഷൻ ഇതുപോലെ തന്നെ വൈറ്റ് കുറച്ച് മെസ്സി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാത്ത മട്ടിൽ. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിലൊരു റെയിൻബോ ടോപ്പറും പിന്നെ കുറച്ച് ക്ലൗഡ്സ് ഇങ്ങനെ ക്രീമിലും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് അത്രയേ വർക്കുള്ളൂ, വേറെ ടോപ്പറോ കാര്യങ്ങളോ റൈറ്റിങ്സോ ഒന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അടുത്തതാണ്, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു തീമിലുള്ളൊരു കേക്കാണ്, ചെയ്യാത്തൊരു ഷേപ്പിലുള്ളൊരു കേക്കും കൂടിയാണ്. ഇതൊരു 1/2 kg വെയിറ്റ് വരുന്നൊരു വാനില ഫ്ലേവറിൽ വരുന്നൊരു കേക്കാണ്. ശരിക്കും ഇങ്ങനത്തെ കേക്ക്സൊക്കെ നമുക്ക് അധികം ഫില്ലിങ്സ് വരാത്ത കേക്കിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഐസിങ് ചെയ്യാൻ എളുപ്പം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിത് 7 ഇഞ്ചിൻ്റെ പാനിൽ തന്നെ ചെയ്തിട്ട് നമ്മൾ നേരെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട്, അപ്പം നമുക്ക് 4 ലെയേഴ്സാണ് കിട്ടിയത്. ആ 4 ലെയേഴ്സും ഇങ്ങനെ മേലെ മേലെ വെച്ചിട്ടാണ് ഇതുപോലുള്ള ഇത്രയും ഹൈറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള. ഉള്ളിൽ നമ്മൾ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങാനും മറിഞ്ഞ് വീണാലോ എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ടാണ്. കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നു കേക്കിന്. അപ്പം ഇതിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ള തീം എന്ന് പറയുന്നത് ഒരു കടലിൻ്റെ ഒക്കെ തീമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ഒരു ബ്ലൂ കളറ് കൊടുത്തിട്ടുള്ളത്. അവരുടെ പോസ്റ്റർ, നമ്മുടെ ബർത്ത്ഡേക്ക് അവർ സെറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റർ ഒരു കടലിനകത്ത് കുറച്ച് നക്ഷത്ര മത്സ്യങ്ങളും കുറേ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു തീമാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് 2 മീനിനെയോ ക്രാബിനെയോ ഒക്കെ ഫോണ്ടനിൽ ചെയ്ത് വെക്കണം എന്ന് വളരെ നന്നായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഫോണ്ടൻ വർക്ക് അത്ര പെർഫെക്ഷൻ അല്ല. ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മോൾഡൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫോണ്ടൻ്റ് വർക്ക് ചെയ്ത വീഡിയോ എടുക്കാൻ മറന്നു പോയി. കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു, അതുകൊണ്ട് അതൊക്കെ കുറച്ച് വിട്ടുപോയി. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി ഇങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല കേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്ത് കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഈ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് പോലൊരു ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബോർഡൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ഡെലിവറി ടൈം ഏകദേശം ആവാറായി. അപ്പം നമുക്കിതിനകത്ത് നമ്മുടെ ഫോണ്ടൻ വർക്ക്സും കുറച്ച് ബീഡ്സും ഒക്കെ കൂടെ കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെ അകത്ത് ബബിൾസ് ഉണ്ടാകുന്നൊരു എഫക്റ്റ് കൊടുക്കാനാണ് നമ്മൾ ഈ വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാൻ നോക്കിയത്. അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഫോണ്ടൻ വർക്ക്സ് എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ സിലിക്കൺ മോൾഡ് വെച്ചിട്ടാണ്. അതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഫോണ്ടൻ്റൊക്കെ പെട്ടെന്ന് മെൽട്ടായി പോകുന്നുണ്ട്. ആ ഒരു പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. ഓവനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ഡ്രൈ ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം ഞാനത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്ത് വെച്ചിട്ടാണ് കുറച്ച് സേഫായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്രയും വർക്ക് മാത്രമേ നമ്മളതിനകത്ത് ചെയ്തിട്ടുള്ളൂ. മീൻ കുളമായി പോയതുകൊണ്ട് ഞാനതിനകത്ത് വെച്ചിട്ടില്ല. പിന്നെ ഒരു
ഹാഫ് വെയ്റ്റ് വൺ എന്ന് പറയുന്നൊരു ടോപ്പറും കൂടെ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം 2 കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ 2 ഫോട്ടോസായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.